ഉണ്ണിയപ്പം 5 രൂപയേ ഉള്ളൂ. ആ, കഴിച്ചു നോക്കാം, തീർച്ചയായിട്ടും കഴിച്ചു നോക്കാം. നെയ്ക്കകത്ത് തേങ്ങാക്കൊത്തും എല്ലാം വഴറ്റി ചെയ്യുന്നത്. ഹായ്, നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയാണ്. തിരുവല്ലയിൽ നമ്മൾ ചെങ്ങന്നൂർ പോകുമ്പം കല്ലിശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പം വണ്ടിയുടെ പെട്രോൾ തീർന്നു. തൊട്ടടുത്തായിട്ടുള്ള ഒരു പമ്പിൽ വന്ന് പെട്രോൾ അടിക്കാനായിട്ട് നിൽക്കുമ്പോഴാണ് ഈ ഒരു കട കണ്ടത് കേട്ടോ. ഉണ്ണിയപ്പം, ചൂട് ഉണ്ണിയപ്പം വിൽക്കപ്പെടും. ഒരു കുഞ്ഞ് ഷെഡിൽ ഒരു ചേച്ചി മുന്നോട്ട് കൊണ്ടുവന്ന ഒരു കടയാണ് കേട്ടോ. എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു ചേച്ചി. പരിപ്പൂട പൊരിക്കുമ്പം തൊട്ടടുത്തായിട്ട് ഇവിടെ ഉണ്ണിയപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടും ഒരേ സമയം ചെയ്തുകൊണ്ടിരിക്കുന്നു. കൊള്ളാം. ചേച്ചിയുടെ പേരെന്താ ചേച്ചി? സിന്ധു ചേച്ചി. സിന്ധു ചേച്ചി കട തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായി? കട ഞങ്ങൾ 4 വർഷത്തോളമായി കട തുടങ്ങിയിട്ട്. ഇപ്പൊ ഇവിടെ വന്നിട്ട് 2-3 മാസമായതേ ഉള്ളൂ. 3 മാസമായിട്ടുള്ളൂ. മെയിനായിട്ട് നമ്മുടെ കടയുടെ ഒരു പേരെന്ന് പറഞ്ഞാൽ ഉണ്ണിയപ്പക്കട എന്നാണ്. എത്ര രൂപ ഉണ്ണിയപ്പത്തിന്? ഉണ്ണിയപ്പത്തിന് 5 രൂപ ഉള്ളൂ. കഴിച്ചു നോക്കാം, തീർച്ചയായിട്ടും കഴിച്ചു നോക്കാം. അപ്പം ഒറ്റയ്ക്കാണോ ഈ കട മുന്നോട്ട് കൊണ്ടുവന്നത്? അല്ല, കൂടാരാ ഉള്ളത്? ഭർത്താവുണ്ട്. ഉഴുന്നരയ്ക്കാൻ പോയേക്കുവാ. ഉഴുന്ന് വടയ്ക്ക് വേണ്ടി തുറന്നു തരാം. അപ്പൊ ചൂട് പരിപ്പോട ഇങ്ങനെ എല്ലാം വൃത്തിക്ക് ചെയ്തത് അലമാരിക്കകത്തോട്ട് മാറ്റിയിരിക്കുകയാണ്. ഒപ്പം ഉണ്ണിയപ്പം പൊരിച്ച് വെച്ചിട്ടുള്ളതുണ്ട്. തൊട്ടടുത്തായിട്ട് ഏത്തക്കാപ്പം ഉണ്ട്. ചേച്ചി ഇവിടുന്ന് ഓർഡർ ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടോ? ഓർഡർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ഓർഡർ ഒക്കെ വരുന്നുണ്ടോ? അത്യാവശ്യം വരുന്നുണ്ട്. 100, 150, 200 എത്ര പറയുന്ന അത്രയും ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മള് ഇതിന്റെ മാവൊക്കെ എവിടുന്നാണ് ചെയ്തുകൊണ്ട് വരുന്നത്? വീട്ടിൽ നിന്ന് ചെയ്തുകൊണ്ട് വരുവാണോ? ഉണ്ണിയപ്പത്തിന്റെ മാവെല്ലാം വീട്ടിൽ നിന്ന് അരച്ചുകൊണ്ട് വരും. നമ്മുടെ ഉണ്ണിയപ്പത്തിന്റെ ചേരുവകൾ എന്തൊക്കെയാണ് ചേച്ചി? തേങ്ങാക്കൊത്തും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പാലൊക്കെ ചേർക്കോ? എല്ലാം ചേർത്ത് നെയ്ക്കകത്ത് തേങ്ങാക്കൊത്തും എല്ലാം വഴറ്റി ചെയ്യുന്നത്. ഒന്ന് കഴിച്ചു നോക്കാം. രണ്ടോട്ടം പറഞ്ഞ് കഴിച്ചു നോക്കുന്നു ഉറപ്പോടുകൂടി. തീർച്ചയായിട്ടും ഞാനിപ്പോ കഴിക്കാം. അപ്പം ചേച്ചിയുടെ ഒരു കുഞ്ഞു കച്ചവടമാണ്, കുഞ്ഞു കടയാണ്. കുഞ്ഞു കടയിൽ ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പൊരിസാധനങ്ങളും കാണും അല്ലേ? ഇനിയിപ്പോ ഇത് കഴിഞ്ഞ ഉടനെ എന്തോ ഇടുന്നത്? ഉള്ളിവടക്ക് കറി വല്ലതും ഉണ്ടോ? ചമ്മന്തി ഉണ്ട്. ചമ്മന്തി കൊടുക്കുന്നുണ്ട്. ഉണ്ണിയപ്പം, പരിപ്പോട, ഉള്ളിവട അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ബ്രെഡ് മാവിൽ മുക്കി പൊരിക്കും. പരിപ്പോടയുണ്ട്, അതുപോലെ തന്നെ ഏത്തക്കാപ്പം ഉണ്ട്. അപ്പൊ നമുക്ക് കടയിലോട്ടൊന്ന് കയറിയിട്ട് ഒരു ഉണ്ണിയപ്പം ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ചേച്ചി ഉണ്ണിയപ്പം എടുത്തോ? ചേച്ചി തന്നെ എടുത്തു തന്നോ? അപ്പം നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പൊ ചേച്ചിയുടെ ഉണ്ണിയപ്പത്തിന് 5 രൂപയാണ് ചാർജ്. എല്ലാ ചേരുവകളും ചേർത്തിട്ടുള്ള ഉണ്ണിയപ്പമാണ് കേട്ടോ. കഴിച്ചു നോക്കിയിട്ട് ഞാൻ അഭിപ്രായം പറയാം. അതിങ്ങനെ കുറച്ച് എടുത്തപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഞാൻ കഴിച്ചു നോക്കാം. ചൂട് ഉണ്ണിയപ്പത്തിന് അതിൻ്റെ ആയിട്ടുള്ള ടേസ്റ്റ് ആട്ടോ. ഒരുപാട് മത്തടിക്കുന്ന പോലെ മധുരമില്ലാതെ, എന്നാൽ അത്യാവശ്യം നല്ല മധുരമുണ്ട് കേട്ടോ. അതുപോലെ എല്ലാ ചേരുവകളും എള്ളും കാര്യങ്ങളും ഒക്കെ ചേർത്തിട്ടുള്ള ഷുഗറുകാർക്കും കഴിക്കണം. ശർക്കരയാണോ ചേർക്കുന്നത്? ശർക്കരയാണ് ചേർക്കുന്നത് കേട്ടോ. അതായത് ശർക്കര എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഷുഗർ ഉണ്ടാകില്ല അത് കഴിച്ചു കഴിഞ്ഞാൽ. പഞ്ചസാരയാണെങ്കിൽ ഷുഗർ കൂടും. ഷുഗർ ഉള്ളവർക്കും ശർക്കരയിൽ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം കഴിക്കാം. അതാണ് അതിൻ്റെ ഒരു സംഭവം കേട്ടോ. നല്ല കിടിലിന് ഉണ്ണിയപ്പം കേട്ടോ. ഒന്നിലൊന്നും നിൽക്കത്തില്ല. കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 2-3 കഴിക്കും കേട്ടോ. കഴിക്കുന്നവര് 4-5 ഒക്കെ കഴിച്ചിട്ട് പാഴ്സലും എടുത്തുണ്ടാവും. ആണോ? അപ്പോൾ ഒരെണ്ണം കൊടുത്താ കൊള്ളാം കേട്ടോ. സംഭവം ഉഷാറായിട്ടുണ്ട്. ചൂട് വേണോ അതോ? വേണ്ട, ചൂട് വേണ്ട. ചൂടുള്ളതല്ലേ നമ്മളിപ്പോൾ ടേസ്റ്റ് ചെയ്തേ. ഇനി ചൂടില്ലാത്തൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ എത്ര മണിക്ക് തുടങ്ങും ഇതിൻ്റെ പരിപാടിയൊക്കെ ചെയ്ത്? രാവിലെ തുടങ്ങും. ഒരു 10-11 മണിയാകുമ്പോൾ തുടങ്ങും. 10 ഒരു 6 മണി 7 മണിയാകുമ്പോഴത്തേക്കിന് പിള്ളേരുണ്ട്, സ്കൂളിൽ വിടും. തൊട്ടടുത്ത് തന്നെയാണോ വീട്? ഇവിടെ അടുത്താണ് വീട്. അടുത്ത് തന്നെ വീട്. അപ്പോൾ പിള്ളേരൊക്കെ സ്കൂളിൽ വിട്ടിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ചേച്ചി എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ചേച്ചി കറക്റ്റ് സ്ഥലം എന്ന് പറയുന്നത് കല്ലിശ്ശേരി എന്ന് പറഞ്ഞാൽ പെട്രോൾ പമ്പിന്റെ കല്ലിശ്ശേരി പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ആലപ്പുഴ ജില്ലയാണ്. തിരുവല്ല ചെങ്ങന്നൂർ റോഡാണ് കേട്ടോ ഇത്. അപ്പോൾ തന്നെ അടുത്ത
ആഹാ, നല്ല ഉഷാർക്ക് സാധനമാണ് കേട്ടോ. തള്ളല്ല, നിങ്ങളൊന്ന് കഴിച്ചു നോക്ക്, എന്നിട്ട് അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതെ. ഇതാണ് ചേച്ചിയുടെ ബോർഡ്. ഇതിന് നമ്പറുണ്ട്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർഡറുകളൊക്കെ സ്വീകരിക്കും. ഞാൻ ഉണ്ണിയപ്പം കഴിച്ചിട്ടാണെങ്കിൽ നല്ല കിഡിലിന് ഉണ്ണിയപ്പമാണ് കേട്ടോ. അത്യാവശ്യം നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒപ്പം എല്ലാ ചേരുവകളും ചേർത്തിട്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. ഉണ്ണിയപ്പം മാത്രമല്ല, പരിപ്പൂട, എണ്ണക്കടികൾ, മിക്കവാറും എണ്ണക്കടികളെല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു ഉണ്ണിയപ്പം തന്നെയാണ്.